أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. സത്യമായും നാം ഇതിനെ, അതായത് വിശുദ്ധ ഖുർആനെ നിർണയരാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണം തുടർന്നുകൊണ്ട് പറയുന്നു. ഖലീഫത്തുൽ മസീഹ് സാനി എല്ലാ ദൈവീക ഗ്രന്ഥങ്ങളും ഒരൊറ്റ രാത്രിയിൽ തന്നെ പരിപൂർണമായി അവതരിക്കുകയാണ് ചെയ്തത് എന്ന ഹദീസ് അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ നോക്കിയാലും ബുദ്ധിപരമായി നോക്കിയാലും യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പ്രാമാണികപരമായി അത് ശരിയാണെന്നതിന് വല്ല തെളിവുമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പറയുന്നു, ഈ നിവേദനത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഒരൊറ്റ ദിവസത്തിൽ പരിപൂർണമായി അവതരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്നാൽ അത് രണ്ട് വിധത്തിൽ നോക്കിയാലും തെറ്റാണെന്നാണ് മനസ്സിലാകുന്നത്. വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒറ്റ ദിവസം കൊണ്ട് അവതരിച്ചതല്ല എന്നത് വളരെ വ്യക്തമാണ്. മറിച്ച് 23 വർഷം കൊണ്ട് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് അവതരിച്ചത്. അതിന് തെളിവാണ് വിശുദ്ധ ഖുർആനെ എതിരെ അവിശ്വാസികൾ ഉന്നയിച്ച ആക്ഷേപം. സൂറത്തുൽ ഫുർഖാനിൽ അവരുടെ ആക്ഷേപം ഇപ്രകാരം രേഖപ്പെട്ട് കിടക്കുന്നു. അവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നത് ലൗല ഉൻസില അലൈഹിൽ ഖുർആൻ ജുംലത്തും വാഹിദ, അദ്ദേഹത്തിൽ ഖുർആൻ മുഴുവനും ഒന്നിച്ച് ഇറക്കപ്പെടാത്തത് എന്തേ എന്നായിരുന്നു. യാഥാർത്ഥ്യവും അതുതന്നെയാണ്. വിശുദ്ധ ഖുർആൻ വിവിധ ഭാഗങ്ങളായിട്ടാണ്, പല സമയങ്ങളിലായിട്ടാണ് ഇറങ്ങിയത്. അതിന് കാരണമായി അള്ളാഹു തന്നെ പറഞ്ഞത് ലിനുസബ്ബിത ബിഹി ഫുആദക എന്നാണ്. അതായത് ഇത് മുഖേന നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെയാകുമ്പോൾ ആദ്യഭാഗത്ത് ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതിനെക്കുറിച്ച് പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ സൂചിപ്പിക്കാവുന്നതാണ്. അപ്രകാരം ഈമാൻ കൂടുതൽ ദൃഢപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ആ വിധത്തിൽ വറത്തൽനാഹു തർത്തീല, ഏറ്റവും നല്ല നിലയിൽ അതിനെ ക്രമീകരിച്ച് വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു. അതായത് വിശുദ്ധ ഖുർആന്റെ ക്രമീകരണം അത്രമാത്രം വ്യവസ്ഥിതിയോടും യുക്തിയോടും കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് സാരം. ഈ ആയത്ത് നിലനിൽക്കെ വിശുദ്ധ ഖുർആൻ ഒറ്റ രാത്രി കൊണ്ട് ആണ് അവതരിച്ചത് എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. അതുപോലെ തന്നെ മുൻ പ്രവാചകന്മാരെക്കുറിച്ചുള്ള വാദവും തെറ്റാണ്. അതായത് അവർക്കും ഒറ്റ രാത്രി കൊണ്ടാണ് പരിപൂർണമായി ദൈവിക അധ്യാപനം ഇറങ്ങിയത് എന്ന വാദം. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മുടെ പക്കലില്ലെങ്കിലും ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹസ്രത്ത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം നമ്മുടെ പക്കലുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന ആർക്കും തന്നെ അത് ഒറ്റ ദിവസം കൊണ്ടാണ് അവതരിച്ചതെന്ന് പറയാൻ സാധ്യമല്ല. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ അവതരിക്കപ്പെട്ട ഗ്രന്ഥം 40-50 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രോഡീകരിക്കപ്പെട്ടത്. അതിൽ അദ്ദേഹം സഞ്ചരിച്ച വഴികളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചുമെല്ലാം ക്രമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാം. മാത്രമല്ല, എപ്രകാരമാണ് അദ്ദേഹം യുവത്വത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് എത്തിയത് എന്നുവരെ പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഒറ്റ രാത്രി കൊണ്ട് അവതരിച്ച വിഷയമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. യാഥാർത്ഥ്യമെന്തെന്നാൽ ഒരു പ്രവാചകൻ്റെ ജീവിതം അദ്ദേഹത്തിന് നൽകപ്പെട്ട ദൈവീക അധ്യാപനത്തിൽ നിന്നും വിഭിന്നമായിരിക്കുകയില്ല. ഒരു പ്രവാചകൻ്റെ ജീവിതം മനസ്സിലാക്കാതെ കണ്ട് അദ്ദേഹത്തിൽ ഇറങ്ങിയ അധ്യാപനത്തെയും ശരിയായ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൽ അവതരിച്ച വെളിപാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കണ്ണാടി പോലെയാണ്. അവ രണ്ടും ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്ന വിധത്തിലായിരിക്കും. ആ ദ്വിതീയ പ്രകാശമാണ് ജനങ്ങൾക്ക് മാർഗദർശനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രവാചകന്മാർക്കും അവതരിച്ച ദൈവീക ഗ്രന്ഥം അതാത് പ്രവാചകന്മാരുടെ പല ഘട്ടങ്ങളിലുമായിട്ടുള്ള ജീവിതാവസ്ഥയെക്കുറിച്ച് വെളിച്ചം വീശിക്കൊണ്ട്
ഒരു നീണ്ട കാലത്തിന് ശേഷമാണ് പൂർത്തിയാകുന്നത്. ദൈവിക ഗുണങ്ങളുടെ പ്രഭാവവും അതിലൂടെ പ്രകടമാകുന്നു. ചിലർ ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് ശരീഅത്ത് ഇറങ്ങിയത് എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണം വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് 40 രാത്രികളുടെ വാഗ്ദാനത്തിൽ അൽവാഹ് ലഭിച്ചിരുന്നുവെന്നാണ്. ഇസ്രായേലി ഗ്രന്ഥങ്ങളെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത മുസ്ലിം വ്യാഖ്യാതാക്കൾ അൽവാഹും തോറാത്തും ഒന്നു തന്നെയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണുണ്ടായത്. യഥാർത്ഥത്തിൽ അൽവാഹ് എന്നത് 10 നിബന്ധനകൾ അല്ലെങ്കിൽ അധ്യാപനങ്ങൾ മാത്രമാണ്. തോറാത്ത് അതിനേക്കാൾ എത്രയോ അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ എവിടെയും തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൂർ പർവ്വതത്തിൽ വെച്ച് പരിപൂർണമായ അധ്യാപനം നൽകപ്പെട്ടുവെന്ന് പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന ആയത്തിലോ മുൻ പ്രതിപാദിച്ച മറ്റ് ആയത്തുകളിലോ വിശുദ്ധ ഖുർആൻ ഒറ്റ രാത്രി കൊണ്ട് അവതരിച്ചതാണെന്നോ അല്ലെങ്കിൽ ദൈവിക ഗ്രന്ഥങ്ങൾ ഒറ്റയടിക്ക് അവതരിച്ചതാണെന്നോ അർത്ഥമാക്കുന്നില്ല. മറിച്ച് ദൈവിക അധ്യാപനങ്ങൾ പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നത് മുതൽ മരണം വരെ അവതരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.